മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കരുവന്നൂർ കേസിൽ ഇഡി പിടിമുറുക്കുകയാണ്. കരുവന്നൂർ കേസിൽ പി കെ ബിജു, സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പി കെ ബിജുവിനെയും പി കെ ഷാജനെയും ഇഡി ചോദ്യം ചെയ്യും. ബിജു വ്യാഴാഴ്ചയും ഷാജൻ വെള്ളിയാഴ്ചയും ഹാജരാകണമെന്നാണ് ഇഡി നൽകിയിരിക്കുന്ന നോട്ടീസ്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, സുപ്രധാന നീക്കമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ സിപിഎമ്മിന്റെ ഉന്നതരിലേക്ക് ഇത് നീളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ കൂടുതൽ സിപിഎം സംസ്ഥാന നേതാക്കളിലേക്ക്, കൂടുതൽ സിപിഎം നേതൃനിരയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇഡി പി കെ ബിജുവിനും നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ മുൻ എം പി പി കെ ബിജുവിന് മറ്റന്നാൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുപോലെ പെരിങ്ങണ്ടൂർ ബാങ്ക് പ്രസിഡന്റ് ഷാജനോട് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ തന്നെ നമുക്കറിയാം, മുൻ മന്ത്രി AC മൊയ്തീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ എന്നിവർക്കെതിരെ നേരത്തെ ഇഡി അന്വേഷണം നടത്തിയിരുന്നു. മുൻ MP ആയ CPM നേതാവിന് കേസിൽ പ്രതിയായ സതീഷ് കുമാറുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്ന് ഇഡി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിജുവിന് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ CPM നേതാക്കളിലേക്ക് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാടിന്റെ അന്വേഷണം നീളുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്, എന്തായാലും ഇഡിയുടെ നിർണായക നീക്കമാണ്. ഇതിനിടയിൽ CPM ഇതിന് വിശദീകരണവുമായി രംഗത്ത് വരുന്നുണ്ട്. കാരണം CPMന് 5 വ്യാജ അക്കൗണ്ടുകൾ ഉണ്ട് എന്നതായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. ഇങ്ങനെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ വ്യാപകമായ കള്ള അക്കൗണ്ടുകൾ CPM നടത്തുന്നു. CPMനുണ്ട് എന്ന ആരോപണവും CPM തള്ളുകയാണ്. വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടെന്ന പ്രചരണം വസ്തുതാ വിരുദ്ധമെന്നതാണ് CPM സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കൃത്യമായ അക്കൗണ്ടുകൾ സൂക്ഷിച്ച് ആദായ നികുതി വകുപ്പിനും ഇലക്ഷൻ കമ്മീഷനും വിവരങ്ങൾ നൽകാറുണ്ട്. ഇപ്പോൾ നടക്കുന്നത് വസ്തുതാ വിരുദ്ധമായ പ്രചരണ വേലയെന്നും CPM വിശദീകരിക്കുന്നു.